ജനം ടിവിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈജി മെഗാ അത്തപ്പൂ മത്സരം സീസൺ 2 അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അല്പസമയത്തിനകം തന്നെ ഫലപ്രഖ്യാപനം നടക്കും. തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിലാണ് അത്തപ്പൂ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്തപ്പൂക്കള മത്സരത്തിനോടൊപ്പം തന്നെ സ്വർണ്ണവേട്ടയും ഇത്തവണത്തെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിന് ശേഷം സ്വർണ്ണവേട്ട എന്നുള്ള ഒരു തത്സമയ പരിപാടിയും കാണാൻ സാധിക്കും. ഇപ്പോൾ അത്തപ്പൂക്കള മത്സരത്തിൻ്റെ വിധിനിർണയം, ആ വിധിനിർണയത്തിനുള്ള ഒരുക്കങ്ങളാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഫലപ്രഖ്യാപനം നടത്തും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വൈവിധ്യമാർന്ന പൂക്കളം കൊണ്ട് ശ്രദ്ധേയമായ 5 പൂക്കളമാണ് വിധിനിർണയത്തിൽ മനോഹര കാഴ്ചകളായി ജഡ്ജസിന്റെ മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണോ ഫലപ്രഖ്യാപനത്തിലുള്ള ആ വിധികർത്താക്കളുടെ പരിശോധനകൾ? മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ പി സുരേഷ്, നിലവിലിപ്പോൾ വിധികർത്താക്കൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിശദമായ രീതിയിൽ വീക്ഷിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം, ഏകദേശം 5 മിനിറ്റിനകത്ത് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായൊരു വിധി പ്രസ്താവിക്കും. നിലവിൽ 3 പേരാണ് ഈ ജഡ്ജിംഗ് പാനലുള്ളത്. ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗിരീഷ് പുലിയൂറാണ്. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ഗിരീഷ് പുലിയൂറാണ്. മറ്റൊരു ജഡ്ജിംഗ് പാനലുള്ള വ്യക്തി എന്ന് പറയുന്നത് സുരേഷ് കൊളാഷാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങിലെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പ്രഹ്ലാദ് എസ് കുമാറാണ്. ജനം ടിവിയുടെ ഓഡിയോ ഹെഡാണ്. ഇവർ 3 പേരുമാണ് ഇപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതിൽ 5 ടീം അംഗങ്ങളാണ് ഇതിൽ ഉള്ളത്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ 5 അത്തങ്ങൾ, അതായത് TSC ടാഗോർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുള്ള തൃക്കണ്ണപുരം, അതാണ് ഒരു ടീം. മറ്റൊരു ടീം എന്ന് പറയുന്നത് ശിവകല്യാണി ടീം പൂജപ്പുര. ശിവകല്യാണി ടീം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ തവണ, അതായത് ജനം TV മെഗാ അത്തപ്പൂ മത്സരത്തിൻ്റെ ആദ്യ സീസൺ 1ലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം ആ ഒരു ടീം കഴിഞ്ഞ തവണ 4ാം സ്ഥാനത്താണ് എത്തിയിരുന്നതും ഇത്തവണ 1ാം സ്ഥാനത്തിൽ എത്തുമെന്ന പ്രതീക്ഷ ഉണ്ട് എന്നാണ് അല്പസമയം മുമ്പ് ജനം ടിവിയോട് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊരു ടീം എന്ന് പറയുന്നത് ദേശങ്കനാടാണ്. ദേശങ്കനാട് കൊല്ലം ഉള്ള മറ്റൊരു ടീമാണ്. ദേശങ്കനാട് എന്ന് പറയുന്നത് ഓണസദ്യ തരത്തിലുള്ളൊരു അത്തപ്പൂ മത്സരമാണ് ഇവിടെ ഇട്ടിരിക്കുന്നതും. അതിൽ അച്ഛനും അമ്മയും 2 മക്കളും ചേർന്നാണ് ഈ അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു ടീം എന്ന് പറയുന്നത് കാസർഗോഡുള്ള അവിട്ടം പ്ലാച്ചിക്കര എന്നൊരു ടീമാണ്. അവസാന ടീം എന്ന് പറയുന്നത് വിറാസ് കോളേജ് വിളയൻകോടുള്ള പയ്യന്നൂർ, അതായത് കണ്ണൂർ ജില്ലയിലുള്ള വിറാസ് കോളേജിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റു പ്രൊഫഷണലുകളാണ് ഇതിൽ പങ്കാളിയായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായി വിധി പ്രസ്താവിക്കും. നിലവിൽ 1ാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ലഭിക്കുന്നത് 25,000 രൂപയും 2ാം സമ്മാനം ലഭിക്കുന്ന ടീമിന് നൽകുന്നത് 15,000 രൂപയും 3ാം സമ്മാനം ലഭിക്കുന്ന ടീമിന് 10,000 രൂപയും 4ാം സമ്മാനം വിജയിക്കുന്ന ടീമിന് ലഭിക്കുന്ന 5,000 രൂപയുമാണ്. ഇങ്ങനെയാണ് ക്യാഷ് പ്രൈസ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്തിമ വിധി ഉണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ സഹപ്രവർത്തകരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും അവരുടെ ഈ ഓണവിശേഷങ്ങൾ എങ്ങനെയാണെന്നോ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണ് ജനം ടിവിയോടൊപ്പം ഓണം ആഘോഷിക്കുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഒബ്വിയസ്ലി എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയൊരു വേദിയിൽ നിന്ന് ഇപ്പം തന്നെ നമ്മൾ സംസാരിച്ചത് വെച്ചിട്ട് പല ഡിസ്ട്രിക്റ്റിൽ പല ജില്ലകളിൽ നിന്നും വന്നിട്ടാണ് ആൾക്കാർ പങ്കെടുത്തിരിക്കുന്നത്. അത് നല്ലൊരു വലിയ അനുഭവമാണ്. ഇതിന് ശേഷം നെക്സ്റ്റ് സ്വർണ്ണവേട്ട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ കൊച്ചിയിലോട്ടും കോഴിക്കോടോട്ടും പോവുകയാണ്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മോട് എപ്പോഴും ചോദ്യം ചോദിക്കുന്ന വ്യക്തിയാണ് ശ്യാം എന്ന് പറയുന്നത്. അപ്പോൾ ശ്യാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശ്യാമേട്ടാ, എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്? പറയൂ. ചേട്ടൻ ഒരുപാട് വർഷമായി ജനം ടിവിയോടൊപ്പം ഉള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സീസൺ 1ലും ഉണ്ടായിരുന്നു, സീസൺ 2ൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസും കൂടി, അതോടെ തന്നെ ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഓണം പൊളിക്കല്ലേ. ജനം എപ്പോഴും ജനത്തിനൊപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നന്മയും സ്നേഹവും സന്തോഷവും ഓണത്തിൻ്റെ എന്താണോ സന്ദേശം അത് കൃത്യമായി തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ആഘോഷിക്കുക. അതിനെക്കാട്ടും മഹത്തരമായിട്ട് എന്തുണ്ട്? അത് തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷം. സുരേഷ് ചേട്ടനാണ് ഇപ്പോൾ ന്യൂസ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുരേഷിൻ്റെ പറയാം ഓണത്തിനോടനുബന്ധിച്ച് ഓണാശംസകൾ നേരുന്നു. അല്ലാതെ എന്ത് പറയാ. സുരേഷ് ചേട്ടാ,
ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സുരേഷിയുടെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ സഹപ്രവർത്തകനായ ശ്യാമേട്ടനോട്? ദിലീപ്, സുരേഷിന്റെ ഒന്നും മിണ്ടില്ലെന്ന് തോന്നുന്നു. സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. കാരണം നമ്മൾ തന്നെ ആതിഥേയത്വം വഹിക്കുന്ന ഒരു പൂക്കള മത്സരം നടക്കുന്നു. അതിൻ്റെ ഭാഗമാകാൻ നമ്മുടെ തന്നെ ആങ്കർമാർക്ക് ഇപ്പോൾ ദിലീപിനടക്കം വലിയൊരു ഭാഗ്യം ലഭിക്കുന്നു. അതായത് ചിങ്ങം 1 വളരെ ആഘോഷത്തോടെ തന്നെ നമ്മൾ തുടങ്ങുകയാണ്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, എന്തായാലും കൃഷ്ണരാജ് നമ്മോടൊപ്പം ഉണ്ട്. എന്തായാലും കൃഷ്ണരാജിനൊപ്പം ശ്യാമേട്ടൻ സംസാരിക്കുന്നത് കുറച്ച് നല്ലതെന്നോ. ശ്യാമേട്ടാ പറ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണം സംബന്ധിച്ച വിശേഷങ്ങളാണ്. തീർച്ചയായും നമ്മുടെ ജനത്തിലാണ് എപ്പോഴും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനം ടി വിയിലാണ് ഓണാഘോഷം. ജനം ടി വിയിലും ജനം ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം എനിക്ക് തോന്നുന്നു ഒരു മലയാള മാധ്യമത്തെ പ്രേക്ഷകർ ഇത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് അത് ജനം ടി വിയാണ്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനത്തിലൊരു എളിയ ഭാഗം എന്നോണം എന്നെയൊക്കെ അത് വലിയ രീതിയിൽ തന്നെ എന്താ പറയുക സന്തോഷം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും പ്രേക്ഷകരോടാണ് നമുക്ക് എപ്പോഴും കടപ്പാടും നന്ദിയും ഒക്കെ ഉള്ളത്. അവരാണ് നമ്മുടെ ശക്തി. അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജനം ടി വിയും ജനം ടി വിയുടെ പ്രേക്ഷകർക്കൊപ്പം തന്നെയാണ് ഓണാഘോഷം. ഇനിയും അങ്ങനെ ആവണേ എന്നാണ് പ്രാർത്ഥന. സ്വാഭാവികമായിട്ടും നമ്മളിതാ ഇന്ന് തുടങ്ങുകയാണ് ജനം ടി വിയുടെ ഇത്തവണത്തെ ഗംഭീരമായ ഓണാഘോഷം. പക്ഷേ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു ദുഃഖമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ക്യാമറമാൻ ഈ വർഷം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമം നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത് മാറിയിട്ടില്ല. എങ്കിൽ പോലും ആ കുടുംബത്തിനൊപ്പം നമ്മൾ മനസ്സുകൊണ്ട് അവർക്കൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഓണം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമ്മളിന്ന് തുടങ്ങുകയാണ്. ഇന്നൊരു സ്വർണ്ണവേട്ടയുണ്ട്. നമ്മൾ കിഷോറേട്ടനൊക്കെ റെഡി ആയി ഇരിപ്പുണ്ട് സ്വർണ്ണവേട്ട ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നാളെ തൊട്ട് ടീം നമ്മൾ യാത്രയാവുകയാണ്. കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ ഗംഭീരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തവണ ഓണം കളറാക്കുക ജനം ടി വിക്കൊപ്പം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ചേട്ടാ, ഒരു ചോദ്യം കൂടി. അതായത് അത്തപ്പൂ കണ്ടായിരുന്നല്ലോ, അപ്പോൾ ഓരോന്നൊന്നിനൊന്നും മികച്ചതാണ്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി ഗൗരി എന്താണ് പറയാനുള്ളത്? വ്യക്തിപരമായിട്ട് പറയേണ്ട, അവസാനം പറയണം വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തം ഏതാണെന്ന്. ഇപ്പോഴല്ല, ലാസ്റ്റ് ഇപ്പോൾ പറയാം. എന്താണ് അത്തം കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അല്ല, വേറൊന്നല്ല, എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് എല്ലാത്തിലും നിന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പം എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴും മിക്കവരും ഈ ഫീൽഡ് നിൽക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ കോമ്പറ്റീഷന് പോയി അറ്റ്ലീസ്റ്റ് പാർട്ടിസിപ്പേഷൻ ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ ഒന്നും നോക്കിയല്ല ആരും വന്നിരിക്കുന്നത്. അവരവരുടെ കുടുംബത്തിനോടും ഫ്രണ്ട്സിനോടൊപ്പം അതേപോലെ കുറേ പേര് വന്നിരിക്കുന്ന ഓഫീസ് റിലേറ്റഡ് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്കാണ്. അപ്പം ആരെയും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ഒന്നുമല്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ 100% അവരിട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ കൂടെ പോയിരുന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ എന്നാൽ ഇവരെന്നല്ല, എല്ലാവരും അവരുടെ 100% തന്നെയാണ് ഇട്ടിക്കുന്നത്. അതിൽ നമ്മൾ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ദിലീപ് ക്രിക്കറ്റ് കളിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ദിലീപ് ബാറ്ററാണോ ബൗളറാണോ അതോ ഓൾറൗണ്ടറാണോ? സുരേഷ്, നിലവിൽ എന്തായാലും ഞാനിപ്പോൾ ബാറ്ററാണ്. പക്ഷെ അടുത്ത് നിൽക്കുന്ന ഗൗരി ഓൾറൗണ്ടറാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഗൗരി പ്രൊഡക്ഷനിലെ വലിയ സ്റ്റാറാണ്. അത് കഴിഞ്ഞപ്പോൾ എഡിറ്ററായി, ഇപ്പോൾ ആങ്കറായിട്ടും ശോഭിച്ച് നിൽക്കുകയാണ്. അതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോ. കൃഷ്ണേട്ടൻ പറയുന്നത് ഗൗരി അതായത് ഓഫീസിലെ ഓൾറൗണ്ടറാണ്. നമ്മൾ ക്രിക്കറ്റിലെ ബാറ്റർ ബൗളർ ഫീൽഡർ എന്ന് പറയുന്ന പോലെ ഡെസ്കിലെ ഓൾറൗണ്ടർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലെ വിഷ്വൽ എഡിറ്ററായിരുന്നു, സബ് എഡിറ്ററായി ഇപ്പോൾ ആങ്കർ ആയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡാൻസറും കൂടിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് കൃഷ്ണേട്ടൻ പറഞ്ഞു. അല്ല, അത് സംഭവം ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് വിഷ്വൽ എഡിറ്ററായിട്ടാണ്. അതിനുശേഷം ഞാൻ ഡെസ്കിലോട്ട് പോയി അവിടെ വിഷ്വൽ പ്രൊഡക്ഷനും അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളായിട്ടെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും എഡിറ്റിലോട്ട് വന്നു. പിന്നെ ഞാൻ അതല്ലാതെ ഇപ്പോൾ നെക്സ്റ്റ് ആങ്കറിങ്ങിലോട്ടും ഞാൻ കടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വേറൊന്നല്ല, എനിക്ക് ജനം ടി വിയിൽ വന്നതിന് ശേഷം കിട്ടിയ ഒരു അവസരമാണ്. കാര്യം എനിക്കിപ്പോൾ എൻ്റെ ഫീൽഡും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു തരാനും എല്ലാം ജനം ടി വി ഭയങ്കര ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സോ
അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എനിക്ക് മിസ്റ്റേക്സ് ഉണ്ട്, ശരിയാണ്, പക്ഷെ അതെല്ലാം എന്നിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അവിടുത്തെ ഒരു ടീം എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഞാൻ ഇങ്ങനെ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ജനം. കൂടെ വർക്ക് ചെയ്യുന്ന കോർഡിനേറ്ററായ ആങ്കർ എന്താണ് പറയാനുള്ളത് ശ്യാമേട്ടൻ? അല്ല, സത്യം പറഞ്ഞാൽ ശ്യാം ചേട്ടനാണ് ആങ്കർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പം ഞാൻ ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേട്ടൻ അത് പറഞ്ഞു തരികയും എന്നെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നല്ലൊരു മെൻറ്ററാണ്, ഒബ്വിയസ്ലി എൻ്റെ നല്ലൊരു മെൻറ്ററാണ്. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. കൃഷ്ണചേട്ടാ, ഗൗരിയുടെ ആദ്യ ആങ്കറിംഗ് ആണല്ലേ? അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ആങ്കറായ ശ്യാമേട്ടൻ പറയുന്നതിന് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ചേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസ് വ്യക്തിയാണ്. ഏകദേശം കുറേ കാലം ജന ടി വിയോടൊപ്പം ആങ്കർ ചെയ്യുകയും ന്യൂസ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേട്ടാ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നന്നായിരിക്കും. അല്ല, ഞാൻ എപ്പോഴും ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഇപ്പോഴും എനിക്ക് ടെൻഷനാണ്. അപ്പോൾ എപ്പോഴാണോ നമ്മളൊരു കാര്യം ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അതേ ഫീലിലാണ് ഞാനും ഉണ്ടാവാറ്. അപ്പോൾ ഗൗരി തുടക്കക്കാരിയാണെന്ന് പറയുന്ന പോലെ ഞാനും ഇപ്പോൾ തുടക്കക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കണമല്ലോ എന്നത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. അപ്പം അതതിൻ്റെ രീതിയിൽ അങ്ങ് നടക്കും. കാരണം നമ്മൾ ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ പോലെയല്ല. 5500-ലധികം വരുന്ന ദേശീയത മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാർ വരെ ഉണ്ട്. അതിൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു ത്യാഗവും അവരുടെ ഒരു എഫേർട്ടും ഒക്കെയാണ് ഈ സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് തന്നെ നമ്മളെല്ലാ ആഘോഷങ്ങളിലും ഒക്കെ അത് പ്രതിഫലിക്കും. കാരണം ഉദ്ദേശശുദ്ധി നല്ലതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു അനുഗ്രഹമൊക്കെ നമ്മളിലേക്കും വരും. അപ്പോൾ നമ്മളത് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. കൃഷ്ണേട്ടാ, എന്തായാലും അവസാന ഘട്ടത്തിൽ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അവർ 3 പേരും, അതായത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജഡ്ജിംഗ് പാനലുള്ള 3 പേർ അവരുടെ മാർക്ക് രേഖപ്പെടുത്തിയതിന് ശേഷം അവർ വിശദമായി പരിശോധന നടത്തുകയാണ്. എന്തായാലും നമുക്ക് അത്തം ഒരിക്കൽ കൂടി പരിചയപ്പെടാം. ഈ അത്തം എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ജനം ടി വിയുടെ സീസൺ 1 പങ്കെടുത്ത വ്യക്തി, അതായത് ശിവകല്യാണി, പൂജപ്പുരയുള്ള ശിവകല്യാണി ഇട്ട അത്തമാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന പൂവെന്ന് പറയുന്നത് റോസാപ്പൂവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വ്യത്യസ്ത ഇനത്തിലുള്ള അതായത് വ്യത്യസ്ത നിറത്തിലുള്ള റോസാപ്പൂവാണ്. മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, അതോടൊപ്പം തന്നെ മജന്ത കളറുണ്ട്. അങ്ങനെ വ്യത്യസ്ത നിറത്തിലുള്ള റോസാപ്പൂവുകൾ ഒരുമിച്ച് കൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തിയാണ് ഇത്തരത്തിലൊരു അത്തം ഇവിടെ ഇട്ടിരിക്കുന്നതും. ഇതാണ് ആദ്യത്തെ അത്തം എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്താണുള്ളത് രണ്ടാമത്തെ അത്തം. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ അച്ഛനും അമ്മയും 2 മക്കളും ചേർന്ന് രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ ഇട്ട ഒരു അത്തമാണ്. ഇതിൻ്റെ ദേശിംഗ നാടാണ്, കൊല്ലത്തുള്ള ദേശിംഗ നാടാണ് ഈ ടീമിൻ്റെ പേരെന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ചോറ്, പച്ചടി, കിച്ചടി, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ വിഭവങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു അത്തമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സദ്യ വളരെ ഗംഭീരമായിട്ടില്ല. അത് നമുക്ക് ഒരു നോട്ടം, ഒരു ദൃശ്യത്തിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് സദ്യയാണ് എന്ന്.